ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയാണ് ഈ സ്വർണം എടുത്തിരിക്കുന്നതെന്ന് പ്രണവിൻ്റെ മുന്നിൽ പാറു തറപ്പിച്ച് പറയാൻ കേട്ടോ. ഈ സമയം പ്രണവ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോൾ വസുന്ധരയോട് ശിവാനി പറയുന്നുണ്ട്, ഞാനല്ല ആൻറ്റി എടുത്തതെന്ന്. അപ്പോൾ പാറു പറയണേ, നീ തന്നെയാണ് ഈ സ്വർണം എടുത്തത്, അതാ തെളിവ് സഹിതം ഞാനിത് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നിൽ തെളിവ് സഹിതം ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, ഇവൾ പറയാണ് ഈ സ്വർണ്ണങ്ങളെല്ലാം നീ കൊണ്ടുപോയിക്കോ, ഞാൻ പറഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ സ്വർണം കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് ഈ ഗുണ്ടയോട് നീ പറഞ്ഞില്ലടി. എൻ്റെ ഭാഗ്യത്തിനാണ് എനിക്ക് വെള്ളത്തിന് ദാഹിച്ചത്, അതുകൊണ്ട് ഞാൻ പുറത്തു വന്നപ്പോൾ കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ശിവാനി എതിർക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശിവാനി എങ്ങനെ പ്രണവിനോട് പറയാണ്, പ്രണവേ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ്, ഇനി വിശ്വസിക്കല്ലേ, ഇവരുടെ മരുമകളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുകയാണ്, ഇവർ നിധിയെ രക്ഷിക്കാനാണല്ലോ. അപ്പോൾ ഉടൻ തന്നെ പാറു പറയണ, മതിയടി, നീ എൻ്റെ വീട്ടിൽ കടിച്ചു തൂങ്ങി നിന്നത്, ഇത്രയും നാളും നീ എൻ്റെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. എന്നാൽ നീ നന്നായി എന്ന് കരുതി ഞാൻ എൻ്റെ മകൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ മകന് വേണ്ടി നിന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും കയറ്റിയത് മുതൽ ഇപ്പോൾ പ്രശ്നങ്ങളിൽ മുകളിലൂടെ പ്രശ്നങ്ങളാണ്, എന്നും ഈ വീട്ടിൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല, നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ പ്രണവ്, ഞാൻ എന്താ വേണ്ടത് പ്രണവ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വസുന്ധരയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ വസുന്ധര പറയണേ, എനിക്ക് ഏട്ടത്തി പറയുന്നതിനപ്പുറം ശിവാനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനി, ആൻറ്റി എന്നെ കൈവിടുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, എൻ്റെ ഭാര്യയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി, എടാ നീ എന്താടാ ഈ പറയുന്നത്, ഇവളെ തെറ്റുകാരിയാണ്, ഇവളെ എന്നിനെ കൊല്ലത്തുള്ളൂ, അതുകൊണ്ട് നീ ഇനി ഇവളുടെ കൂടെ ജീവിക്കണ്ട, മതി, ഇവളൊരു താടകയാണ് എന്നൊക്കെയുള്ള പാറു പറയാൻ കേട്ടോ. അപ്പോൾ ആ സമയം ഉടൻ തന്നെ പ്രണവ് പറയണേ, ഇവളെ ഈ വീട്ടിൽ നിന്ന് അമ്മ ഇറക്കി വിടുകയാണെങ്കിൽ ഞാനും ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങുമെന്ന് പറയണ്ട. അത് കേൾക്കുന്ന പാറു പറയണേ, എന്താടാ ഈ വൃത്തികെട്ടവൾക്ക് വേണ്ടിയിട്ട് നീ എന്തിനാടാ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴേക്കും നിധി ഇടപെടുകയാണ് കേട്ടോ. ഏതിലെ നിധി ഇടയിൽ കയറി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പ്രണവിന് അതിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ നിധി നല്ലത് എന്ന് കരുതിയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ നിധി പറയണേ, പ്രണവേ ഇതിന് എൻ്റെ വീടാടാ, നീ എന്തിനാ ഇവൾക്ക് വേണ്ടി നീ ഈ വീട് വിട്ടിറങ്ങുന്നത്, ഇവൾ തെറ്റുകാരിയാണ്, ഇവൾ നിന്നെ ചതിച്ചും കൊണ്ടിരിക്കുന്നത്, നീ മനസ്സിലാക്കേ, ഇവൾ നിന്നെ ഓരോ നിമിഷവും ചതിക്കുകയാണ്, അതുകൊണ്ട് നീ ഇവൾക്കൊപ്പം ഇറങ്ങണ്ട, ഇത് നിൻ്റെ വീടാണ്, നീ എന്തിനാ ഇറങ്ങണം. അത് കേൾക്കുന്ന പ്രണവെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. മതി നിങ്ങളുടെ നാടകം, നിങ്ങളുടെ 2 തോണിയിൽ കാല് വെച്ചുള്ള നിങ്ങളുടെ സ്വഭാവമുണ്ടല്ലോ, നിർത്ത്, എനിക്ക് മടുത്തു. നിങ്ങളുടെ ഈ നന്മമരം ചമയൽ, ഒരു ഭാഗം നന്മമരം ഒരു ഭാഗം കുത്തിത്തിരിപ്പ്, ഇത് എനിക്കിഷ്ടമല്ല, നിങ്ങൾ സംസാരിക്കേണ്ട, മതി എന്ന് പറയണ്ടോ. അപ്പോഴേക്കും പാറു പറയണേ, നീ ആരോടാണ് സംസാരിക്കുന്നത്, നിൻ്റെ ഏട്ടൻ്റെ ഭാര്യ, ഏട്ടനെന്ന് തോന്നൽ എനിക്കില്ലല്ലോ, എനിക്ക് ഏട്ടനൊന്നുമില്ല, എനിക്കൊരു അനിയത്തിയുള്ളൂ, അത്രയേ ഉള്ളൂ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പാറു പറയണേ, എന്താടാ നീ പറയുന്നത്, ഈ വൃത്തികെട്ടവൾക്ക് വേണ്ടി നീ സംസാരിക്കുന്നു, എടി നീ ഇവിടെ നിൽക്കണ്ടടി മൂദേവി, നീ ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞിട്ട് പാറു ശിവാനി അങ്ങ് പിടിച്ച് പുറത്താക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, എന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പാറുവിനെ അങ്ങ് ദേഷ്യം പിടിക്കണേ, ഇത്രയൊക്കെ പറഞ്ഞിട്ടോ നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നീ ഇവളുടെ കൂടെ പോയി ജീവിച്ചങ്ങ് മരിച്ചോ, അല്ലാതെ എന്താ ഞാൻ പറയുന്നത്, നീ ഇവളുടെ കൂടെ പോയിക്കോ, നിനക്കതെല്ലാം ആവശ്യം, നീ പോയിക്കോ. പെറ്റമ്മയുടെ വേദന എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നീ നിൻ്റെ ഭാര്യയുടെ മാത്രം ആ ഒരു ഇത് മാത്രം മനസ്സിലാക്കി നീ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നീ ഇറങ്ങിക്കോ, ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ ഓരോന്നും പറയുന്നത്, പക്ഷേ അത് നിനക്ക് കേൾക്കാൻ വയ്യല്ലേ. അപ്പോൾ പ്രണവ് പറയണം, ഇല്ല, ഞാൻ നിങ്ങളുടെ മകനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, ദത്തുപുത്രനെ ആണല്ലോ നിങ്ങൾ, എടാ നീ എന്താടാ ഈ പറയുന്നത്. അങ്ങനെ പ്രണവ് വളരെ മോശമായി സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പാറുവിനോട് പറയാണ്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പാറു 1-2 പ്രാവശ്യമൊക്കെ പോവലയുടെ മോനെ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, നീ പോവല്ലേ, നിൻ്റെ ജീവിതം തകർക്കുന്നവളാണ് ഇവളുടെ കൂടെ നീ പോവല്ലേ, ഈ അമ്മയെ നീ സങ്കടപ്പെടുത്തല്ലടാ എന്നൊക്കെ ഒരുപാട് തവണ പറയൂ കേട്ടോ. പക്ഷേ പ്രണവ് പോവുമെന്ന് വാശി പിടിക്കുമ്പോൾ പാറുവിന് അങ്ങ് ദേഷ്യം പിടിക്കണം. നശിക്കാനാണെങ്കിൽ നീ അങ്ങ് നശിച്ചേക്ക്, അത് തടയാൻ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് നോക്കി നിൽക്കാനാണ് കഴിയുള്ളൂ, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി അമ്മയുടെ വാക്കിനേക്കാൾ വലുത് നിനക്ക് നിൻ്റെ ഭാര്യയാണെങ്കിൽ നീ ഇറങ്ങിപ്പോടാ അവളുടെ കൂടെ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പ്രണവ് ശിവാനിയുടെ കൈ പിടിച്ചിട്ട് ആ വീട് വിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇതേ സമയം ശിവാനിയുടെ ഒപ്പം പോകുന്നത് ഗൗതമും നിധിയും അതുപോലെ വസുന്ധരയൊക്കെ തടയുന്നുണ്ട്. വസുന്ധര പറയണ, പ്രണവ് നീ എന്തിനാ ഇവളുടെ കൂടെ ഇറങ്ങുന്നത്, നിനക്കതിൻ്റെ ആവശ്യമില്ല, നിൻ്റെ അമ്മ ദേഷ്യത്തിന്, എൻ്റെ അമ്മ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞെങ്കിൽ ഞാൻ നീ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും അവരുടെ ദത്തുപുത്രനാണ് വലുത്, ഞാൻ വലുതല്ല, അവർക്ക് എപ്പോഴും അവരുടെ മുന്നിൽ അവനെ മുന്നിൽ നിർത്തുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് പ്രണവാണെങ്കിലോ ഇറങ്ങിപ്പോവുകയും ചെയ്യാണ്. ഇതേ സമയം പ്രണവ് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ വസുന്ധര ദേഷ്യത്തോടു കൂടി പാറുവിൻ്റെ അരികിലോട്ട് വരികയാണ്. ഏട്ടത്തിക്ക് എന്തോ ആവാം, ഇവൾക്ക് വേണ്ടിയിട്ട് ഏട്ടത്തി ഒരിക്കലും ഏട്ടത്തിയുടെ മകനെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. സ്വന്തം മകനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അത് ചിന്തിക്കണമായിരുന്നു. അതിന് എൻ്റെ വസു, ഞാൻ അവനോട് ഒരിക്കലും ഏട്ടത്തി തടയണമായിരുന്നു. ഏട്ടത്തി ഒരു അക്ഷരം മിണ്ടില്ലല്ലോ, ഇറങ്ങിപ്പോയിക്കോ ഇറങ്ങി. ഞാൻ എത്ര വസു തടഞ്ഞു, ഇതൊന്നും എന്നോട് പറയണ്ട. ഒരു സ്വർണത്തിൻ്റെ പേരിൽ അവൾക്കൊപ്പം തീർച്ചയായും തൻ്റെ മകനെ ഇറക്കി വിട്ടത് ഏട്ടത്തി ചെയ്തത് തെറ്റ് തന്നെ. അവനെ കൊല്ലാനാണോ ഏട്ടത്തി പുറത്തിറക്കി വിട്ടത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വസുന്ധര പോവാണ് കേട്ടോ. ഇതേ സമയം പ്രണവ് ശിവാനി റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ശിവാനി പറയാണ്, പ്രണവ് നീ എന്തിനാ എൻ്റെ കൂടെ ഇറങ്ങി വന്നില്ല, ഇനി മതി, എനിക്ക് മടുത്തു. ഏത് സമയത്തും എൻ്റെ അമ്മയ്ക്ക് ഞാനല്ല വലുത്, എന്നേക്കാ വലുത് അവരുടെ വളർത്തു മകനും അതുപോലെ തന്നെ അവരുടെ ഭാര്യയാണ്. എപ്പോഴും ഏട്ടൻ ഏട്ടത്തി എന്ന് പറഞ്ഞ് കേട്ട് മടുത്തു. ഇനി എനിക്ക് അവരുടെ ജീവിതം അവരുമായിട്ടുള്ള മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നെ ഒരു മകനായി കാണുന്നെങ്കിൽ എൻ്റെ അമ്മ എന്നെ എങ്ങനെയൊന്നും കാട്ടില്ലല്ലോ. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനി പറയുന്നു, ശരിയാണ്, എനിക്കും പ്രണവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ നമ്മൾ നടുറോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രണവ് പിന്നീട് ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ, അമ്മയുടെ ഈ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കേട്ട് മടുത്ത്. എനിക്കിനി അവരുടെ കൂടെ ജീവിതം വേണ്ട, പണവും വേണ്ട, പ്രതാപവും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് സ്വസ്ഥമായി നിൻ്റെ ഒപ്പം ജീവിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയം വസുന്ധര ഈ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ പാറുവിന് ടെൻഷൻ കയറണം. അയ്യോ എൻ്റെ പൊന്നു മോനെ എന്നെ വിട്ടു പോയി, ഈശ്വര, വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലേ എനിക്ക് ഉണ്ടാവുന്നത്. എൻ്റെ മോനെ എന്നെ വിട്ടുപോയി, അവനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാം ഗൗതം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട്, അമ്മയെ സമാധാനപ്പെടും, പ്രണവ് ഇപ്പോഴത്തെ എടുത്ത ചാട്ടത്തിൽ ചെയ്തതാണ്. അപ്പോഴേക്കും ഗൗതം പറയാണ്, ശരിയാണ്, പ്രണവിന് എടുത്ത ചാട്ടം ഇപ്പോൾ കൂടുതലാണ്, നമ്മുടെ വാക്കുകൾക്കൊന്നും അവന് വിലയില്ല. ഞാനോ നിധിയോ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് അവൻ സംസാരിക്കുന്നത്. അവനെ ആ ശിവാനി അങ്ങനെ ആക്കിയെടുത്തു. എന്തായാലും ക്ഷമിക്കുക എൻ്റെ അമ്മയെ, അവനെ തിരികെ കൊണ്ടുവരാം. അയ്യോ എന്നാലും എൻ്റെ മകനെ അവൾ കൊല്ലില്ലേ, എനിക്ക് പേടിയാവുന്നു ഈശ്വര, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാറു പൊട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ പാറുവിന് ഓവർ ടെൻഷൻ വരുന്നത് കൊണ്ട് തന്നെ വീണ്ടും അറ്റാക്ക് വരികയാണ്. അങ്ങനെ പാറു പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗൗതം എന്നോട് നിധി പറയാണ്, ഗൗതം പാറു എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പാറു വീണ്ടും ആസ്പത്രിയിലോട്ടാവുകയാണ്. എന്നാൽ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ച ശിവാനി, താനിനി മണ്ടൻ പ്രണവ് എന്ത് പണിയാണ് കാണിച്ചത്, അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു, ഇനി എങ്ങനെ ആ വീട്ടിലോട്ട് തിരിച്ചു കയറും എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പ്രണവിനെയും കൊണ്ട് തൻ്റെ വീട്ടിലോട്ട്, തൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ അടുത്തോട്ട് അശോകിൻ്റെ അരികിലോട്ട് ചെല്ലുന്ന ആ ഒരു കിടുക്കൻ സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന അശോകൻ്റെ വായിൽ നിന്നും വയറ് നിറച്ച് പ്രണവിന് കേൾക്കും. അത് കേൾക്കുന്നതിനോട് കൂടി പ്രണവ് നന്നാവും എന്നൊക്കെ ഒരു പ്രതീക്ഷ ശിവാനിയിലുണ്ടാകും. പക്ഷെ പ്രണവ് തന്നെ ആവുക കേട്ടോ. എന്തായാലും പ്രണവ് ഇനി നരകിക്കാൻ പോവുകയാണ്. പ്രണവ് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ആ ഒരു സ്നേഹം എന്തെന്ന് ഇനി തിരിച്ചറിയാൻ പോകുന്ന ആ ഒരു എപ്പിസോഡുകളാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ എന്തായാലും ശിവാനിയെ പാറു വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടുകയാണ്. എന്തായാലും ശിവാനി ഇനി വീട്ടിൽ വേണ്ട എന്നുള്ള തീരുമാനം പാറു എടുത്തിരിക്കുകയാണ് കേട്ടോ.